ഏവർക്കും സ്വാഗതം. ദരിദ്രനായിരുന്ന കുചേലനെ ധനവാനാക്കിയ യോഗമാണ് കുബേരയോഗം. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം സിദ്ധിക്കുന്ന മഹായോഗമാണ് കുബേരയോഗം. ഭഗവാൻ കുബേരൻ്റെ അനുഗ്രഹമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അതിൻ്റെ ഫലമായി ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞു പോവുകയാണ് കുബേരൻ്റെ അനുഗ്രഹം നിമിത്തം. ഇവിടെ 8 നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്കാണ് കുബേരയോഗം അനുഭവത്തിൽ വരാൻ പോകുന്നത്. അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നക്ഷത്രക്കാർ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക. കുബേരയോഗം സിദ്ധിക്കാൻ പോകുന്ന 8 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അനിഴമാണ്. വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നുഭവിക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ഇതിനെ ഒരു വഴിത്തിരിവിൻ്റെ സമയം എന്ന് വിശേഷിപ്പിക്കാം. കാരണം ദാരിദ്ര്യം, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിധത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തെളിച്ചം വരാൻ പോകുന്ന സമയമാണ് കുബേരയോഗം എന്ന രീതിയിൽ ആഗമനമായിരിക്കുന്നത്. ധനാഗമനം ഉണ്ടാകുന്ന സമയമാണ്. പല വിധത്തിലുള്ള ധനസ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തപ്പെടുകയും ഇപ്പോഴുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ധനം കയ്യിലേക്ക് വരേണ്ട അവസ്ഥകളൊക്കെ തടയപ്പെടുന്ന ഒരു ഇത് മാറുകയും നിങ്ങളിലേക്ക് ധനം ഒഴുകിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ തുടങ്ങുന്നത്. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കുബേരയോഗം നിമിത്തം സംഭവിക്കാൻ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അല്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ നല്ല മനസ്സിനുടമകളായ ആളുകളാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില വിഷമങ്ങൾ വരുമ്പോൾ മനസ്സ് കൂടുതലും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് തിരിയാതെ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സ്വഭാവം നിങ്ങളൊന്ന് മാറ്റുകയാണെങ്കിൽ വളരെയേറെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വന്ന് ഭവിക്കുന്നതായിരിക്കും. സ്വപ്നങ്ങളൊക്കെയും നടക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. 6 മാസക്കാലം, ഇന്ന് മുതൽ 6 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നതായിരിക്കും. കുബേരയോഗം നിമിത്തം വിജയം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വളരെ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെയും നിങ്ങൾക്ക് കുബേരയോഗത്താൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം ചിത്രയാണ്. വരുന്ന 7 മാസ കാലയളവിനുള്ളിൽ തൊഴിൽ സംബന്ധമായി നിങ്ങളെ വലയ്ക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ തൊഴിൽ ലഭ്യമാകാത്ത ആളുകളുണ്ട്, തൊഴിലിനായി അലയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തൊഴിൽ ലഭിക്കുകയും നല്ല വേതനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനായി സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. തടസ്സങ്ങൾ നീങ്ങും. കുബേരയോഗത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് തടസ്സങ്ങൾ നീങ്ങും. ഒരു 7 മാസ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും വന്നു ഭവിക്കും. അവഗണനകൾ, അതായത് ഏത് മേഖലയിൽ ചെന്ന് എവിടെ ചെന്നാലും ചെറിയൊരു കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ നിർദ്ദേശങ്ങൾ പറയുമോ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതോ കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, എപ്പോഴും അവഗണനകൾ നേരിടുന്ന ഒരു രീതി കൂടി നിങ്ങൾക്ക് ഈ ഒരു കുറച്ചു കാലമായി ഉണ്ട്. അതൊക്കെയും കുബേരയോഗത്താൽ തന്നെ അകന്നു മാറുന്നതായിരിക്കും. എന്തിനും ഏതിനും നിങ്ങളുടെ കയ്യിൽ പരിഹാരം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഏതെടുത്താലും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ, ആകെ ഒരു നടുക്കടലിൽ പെട്ട അവസ്ഥയുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറുന്നതാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു കാലം മുതൽ വരാൻ പോകുന്ന 7 മാസക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വളരെയധികം നേട്ടങ്ങൾ കുബേരയോഗത്താൽ വന്നു ഭവിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ നക്ഷത്രം തിരുവോണമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുന്നില്ല. അതായത് ധനത്തിൻ്റെ അഭാവമാവാം, അല്ലെങ്കിൽ മനസ്സിനൊരു ക്ഷമയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മനസ്സിനൊരു കട്ടയില്ലാത്ത അവസ്ഥ, ഏത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, ആകെ ഒരു വിഷമസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരാണ് നിങ്ങൾ. പക്ഷേ ഇവിടെ കുബേരയോഗം നിമിത്തം സ്വപ്നം കണ്ടതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു വേളയിൽ കുബേരയോഗത്താൽ ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ, അതായത് കൊതിച്ചതും വിധിച്ചതും സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഭഗവാൻ ഇച്ഛിച്ചു വെച്ചിരിക്കുന്നതുമുണ്ട്. ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കുബേരയോഗത്താൽ വന്നണയുന്നത്. ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹ സമയവും കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ കുബേരയോഗത്തിൻ്റെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാക്ഷാൽ ഭഗവാൻ കുബേരനോട് പറയുക. മനസ്സിൽ നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കാണുന്നുണ്ടോ, എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതൊക്കെയും ഈ ഒരു വേളയിൽ നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചുകൊള്ളൂ. വരാൻ പോകുന്ന ഒരു 7 മാസ കാലയളവിനുള്ളിൽ അതിൽ 3/4 സ്വപ്നങ്ങളും, അതായത് നിങ്ങളൊരു 10 സ്വപ്നങ്ങൾ കാണുക,
നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുക. അതിലൊരു 3/4% സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 7 മാസ കാലയളവിനുള്ളിൽ സാധിക്കും. കാരണം അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സാമ്പത്തിക ലാഭം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ സാമ്പത്തികമായി നേട്ടം ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യ സമ്മാന പദ്ധതികളിലൊക്കെ വിജയിക്കാൻ കുബേര യോഗത്താൽ ഭാഗ്യം സിദ്ധിച്ച ഒരു നക്ഷത്രം കൂടിയാണ് രോഹിണി. ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വന്നുപെട്ടിട്ടുണ്ട് കുറച്ച് നാൾ മുൻപായിട്ട്. അത് 2023-24 വർഷങ്ങളൊക്കെ അല്പം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയ്ക്കൊക്കെയാണ് കുബേര യോഗത്താൽ ശമനം ഉണ്ടാകാൻ പോകുന്നത്. സൗഭാഗ്യ സമയമാണ്. കുബേര യോഗമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വിശേഷണം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ധനത്തിൻ്റെ ആ ഒരു ആഗമനത്തിനെയാണ് ഭഗവാൻ കുബേരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത്. ധനസ്ഥിതി പൊതുവെ ഒരു ഉടച്ചുവാർക്കൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അരക്ഷിതാവസ്ഥ, ബുദ്ധിമുട്ട്, ദരിദ്രൻ എന്ന് വേണമെങ്കിൽ പറയുന്ന ആ ഒരു അവസ്ഥ, ആകെ ഒന്നുമില്ലാത്ത അവസ്ഥ, വട്ടപൂജ്യം എന്നൊരവസ്ഥയാണ് ഇവിടെ മാറാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുവിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. സാക്ഷാൽ മഹാദേവനും പാർവതി മാതാവും കൂടി നിങ്ങൾക്ക് അനുഗ്രഹമായി ഈ ഒരു സമയത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന വേളയിൽ തന്നെ മനസ്സിൽ ഏറ്റവും ആദ്യമായി നിങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ തന്നെ എനിക്ക് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊള്ളൂ. വരാൻ പോകുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ അത് ഭഗവാന്റെയും ഭഗവതിയുടെയും സാക്ഷാൽ കുബേരൻ്റെയും അനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതായിരിക്കും. ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. കഴിഞ്ഞ വർഷത്തെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അവസ്ഥയൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് തിങ്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരത് ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഒരിക്കലും തിരിഞ്ഞ് ആ ഒരു വേളയിലേക്ക് പോകരുതേ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ദുഃഖങ്ങളിലൂടെയും ദുർഘടങ്ങളിലൂടെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നത്. കാരണം കരച്ചിലുകൾ ഒഴിഞ്ഞൊരു രാത്രി പോലും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നൊരവസ്ഥയായിരുന്നു 2024. കടം, ദുഃഖം, ദാരിദ്ര്യം വീട്ടിൽ തന്നെ വന്ന് കടക്കാർ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയൊക്കെ കടന്നു വന്ന നിങ്ങൾക്ക് ഇത് കുബേരയോഗം വളരെയേറെ സന്തോഷത്തിൻ്റെ സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. ആശ്വാസത്തിൻ്റെ സമയമാണ്. കാരണം കയ്യിലേക്ക് ധനം വരികയാണ്. കടക്കാരെ പേടിക്കാതെയുള്ള ആ ഒരു സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ദിനങ്ങളിലേക്കാണ് നിങ്ങൾ എത്താനായി പോകുന്നത്. വളരെ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് എത്തിയിരിക്കുന്നത്. വിശാഖമാണ് അടുത്ത നക്ഷത്രം. വളരെയധികം മനോധൈര്യമുള്ള ഒരു കൂട്ടരാണ് വിശാഖ നക്ഷത്രക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വേളയിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും കടന്നു വന്ന് നിങ്ങൾ എപ്പോൾ വീഴുമെന്ന് മറ്റുള്ളവർ പോലും ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വ്യതകൾ താങ്ങി സഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കുറ്റപ്പറച്ചിലുകൾ, പഴിപറച്ചിലൊക്കെയും അനുഭവിച്ചു കഴിഞ്ഞു. ഇവിടെ കുബേര യോഗം വന്ന് ഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യം ധാരാളമുള്ളൊരു സമയമാണ്. അതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായി നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ സാധിക്കുന്നതാണ്. ധനവർഷത്തിൻ്റെ സമയമാണ്. ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. പുണർദമാണ് അടുത്ത നക്ഷത്രം. ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ആ പ്രാർത്ഥനകൾ, ആ വേളകളിലൊക്കെ നിങ്ങൾ മനമുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് കുബേര യോഗം തെളിഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ കുബേര ഭഗവാൻ തന്നെ കൈത്താങ്ങാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വിളക്കായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു നിൽക്കുന്ന സമയമാണ്. ഈ വരാൻ പോകുന്ന ചിങ്ങത്തിനും മുൻപായി തന്നെ, അതായത് ഇനി കുറച്ച് മാസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ വരുന്ന ചിങ്ങമാസത്തിനുള്ളിന് തന്നെ നിങ്ങൾക്കൊരു ഗൃഹം എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതായിരിക്കും. വിവാഹം, അതേപോലെ വാഹനം തുടങ്ങിയ വിധത്തിലുള്ള നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ നടന്ന് കാണണം അല്ലെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് കരുതുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുണർന്ന നക്ഷത്രക്കാർക്ക് ഉടൻ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. മൂലമാണ് അടുത്ത നക്ഷത്രം. വളരെയധികം സൗഭാഗ്യം ഉള്ള ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക്. കുബേര യോഗമാണ് അതിൽ എടുത്തു പറയേണ്ടത്. ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ ഒഴിയുകയും മാനസിക സന്തോഷം വന്ന് ഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ വേളയിൽ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വപ്നം കണ്ട ദീർഘകാലമായി അല്ലെങ്കിൽ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ ഭഗവാൻ കുബേരൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സിദ്ധിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ കുബേരൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള 8 നക്ഷത്രക്കാരായ ഭാഗ്യശാലികൾ ഇവരൊക്കെയാണ്.